വെൽക്കം ടു മലയാളീസ് കിച്ചൻ. അപ്പോൾ ഇന്ന് നല്ല വ്യത്യസ്തമായൊരു വിഭവമാണ്. എന്നും പുതുമയാർന്ന നല്ല വ്യത്യസ്തമായ വിഭവങ്ങളുമായിട്ടാണ് മലയാളീസ് കിച്ചൻ നിങ്ങൾക്ക് മുന്നിൽ വരുന്നത്. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ ഈ വീഡിയോസുകളൊക്കെ എത്തട്ടെ. അപ്പോൾ ഇന്നത്തെ എന്താണ് നല്ലൊരു ഡിഷാണ്, നമുക്കൊന്ന് കാണാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ മലയാളീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉമാകൃഷ്ണൻ. ഇന്ന് നമുക്ക് നൂഡിൽസ് വെച്ചിട്ട്, ഇപ്പം നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ അറിയാം നൂഡിൽസ്. അപ്പോൾ ഈ നൂഡിൽസ് വെച്ചിട്ട് നമുക്കൊരു 4 മണി പലഹാരമാണ് തയ്യാറാക്കുന്നത്. നല്ലൊരു അടിപൊളി ഒരു റെസിപ്പിയാണ് ഇത്. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്ന നൂഡിൽസാണ്, അതല്ലാതെ സ്റ്റിക്കി ആയിട്ട് വരുന്നതല്ല. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇപ്പിയുടെ നൂഡിൽസാണ്. ഞാൻ ഈ ഒരു 4 മണി പലഹാരം, അത് പക്കോട പോലെ തയ്യാറാക്കാൻ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു സവോള ഞാൻ എടുത്തിട്ടുണ്ട് വെജിറ്റബിൾസിൽ, അതുപോലെ ഒരു ക്യാരറ്റ്, കറിവേപ്പില. ഇത് ഇത്രയുമാണ് ഞാൻ വെജിറ്റബിളായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് പച്ചമുളക് ആഡ് ചെയ്യാൻ ഞാൻ മുളക് പൊടി ചേർക്കുന്നത് കൊണ്ടാണ് പച്ചമുളക് ആഡ് ചെയ്യാത്തത്. അപ്പം ഇത്രയും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇനി നമുക്ക് മുളക് പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, കൂട്ടത്തിൽ നമുക്ക് സോയാ സോസ്, അതൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ സോയാ സോസ് ഒരു 1/4 ടീസ്പൂണോളം സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ടൊമാറ്റോ സോസ്, അത് നമുക്ക് 1 ടീസ്പൂണോളം ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, റെഡ് ചില്ലി സോസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല, കൂടാതെ ഈപ്പിയുടെ മസാല, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് തന്നെ നമുക്ക് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 4 ടേബിൾ സ്പൂണോളം കടലമാവ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി, റൈസ് പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടലമാവ് ചേർത്തു, റൈസ് പൗഡർ ചേർത്തു. നമുക്ക് ഒരു 1/4 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ കടലമാവ് ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ട് വീണ്ടും ഒരു 2 ടേബിൾ സ്പൂണും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 1/4 കപ്പോളം കടലമാവ് നമുക്ക് എടുക്കാം. ഇതിനി നമുക്കൊന്ന് ലൂസ് ബാറ്റർ ആക്കണം. അതിന് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ലൂസാക്കി എടുക്കണം. കാര്യം നമുക്ക് നൂഡിൽസ് ഇതിനകത്ത് മുക്കി നമ്മൾ ഈ വെജിറ്റബിൾസും കൂടി ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പം ബാറ്റർ ഏകദേശം എന്താ ഈ ഒരു സിസ്റ്റത്തിലാണ്, ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് നൂഡിൽസ്, ഇത് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ 2 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ച് നൂഡിൽസാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നൂഡിൽസ് ഞാൻ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തു. അത് 2 മിനിറ്റ് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഊറ്റി വെള്ളത്തിലൊന്ന് വാഷ് ചെയ്ത് വെച്ചതാണ്. കാര്യം നമുക്കിതൊന്ന് തമ്മിൽ ഈ നൂഡിൽസ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിന് നമുക്ക് നന്നായിട്ട് ഈ നൂഡിൽസ് ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ തവ എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു ബാറ്ററിയിൽ നിന്ന് നമുക്കെടുത്ത് ജസ്റ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നൂഡിൽസാണ്, അതുകൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കറക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. ഞാൻ പച്ചമുളക് അല്ലെങ്കിൽ ഇടാഞ്ഞത് തന്നെ അത് അതൊരു കടിച്ചിട്ട് കുട്ടികൾ കഴിക്കാതിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് പകരമാണ് ഞാൻ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തത്. നമുക്കിതുപോലെ ഈ നൂഡിൽസിൻ്റെ ഈ ഒരു ബാറ്റർ നമുക്ക് ഇട്ട് കൊടുക്കാം. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷ് കൂടിയാണ്. നമുക്ക് 4 മണിക്ക് എല്ലാ തരത്തിലും നമ്മൾ ട്രൈ ചെയ്യുന്നത് പോലെ നൂഡിൽസ് വെച്ചിട്ട് നമുക്കൊരു റെസിപ്പി, നല്ലൊരു 4 മണിക്ക് നല്ലൊരു പലഹാരം. ഇതാകുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ
യൂസ് ചെയ്യാം, കഴിക്കുവാനും പറ്റും. നമുക്കൊന്ന് നന്നായിട്ട് രണ്ട് സൈഡും ഒന്ന് തിരിച്ച് മറിച്ചു വിട്ട് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നമുക്ക് ഒരു സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നൂഡിൽസ് വേവിച്ചതാണ്. നമുക്കിതുപോലെ രണ്ട് സൈഡും ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്കിതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം രണ്ട് സൈഡും നന്നായിട്ട് ആയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റാണ്. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് രണ്ട് സൈഡും ഒന്ന് തിരിച്ച് മറിച്ചു വിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം ഇടുക. പിന്നീട് നമുക്ക് എടുക്കുന്നതിന് കുറച്ച് മുമ്പ് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡും ഒന്ന് ബ്രൗൺ ആക്കുക. ഈ ഒരു കളറേ നമുക്കിതിന് കിട്ടും. ഇനി നമുക്കിതൊന്ന് മാറ്റാം, നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് ടിഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ടിഷ്യൂവിലേക്ക് എടുത്തിടാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടമാകും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം. നമ്മൾ നൂഡിൽസ് സ്ഥിരമായിട്ട് നൂഡിൽസ് കുട്ടികൾക്ക് കൊടുക്കുന്നത് നമുക്ക് വേവിച്ച് ആ ഒരു രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ഇതും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി പോലെ, നമുക്ക് പുറമേ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ സോഫ്റ്റ്, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഞാൻ പറഞ്ഞതുപോലെ പച്ചമുളക്, എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. അതല്ല മുളക് പൊടിയാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു 4 മണി പലഹാരമാണ്. നൂഡിൽസ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്ന് നമ്മുടെ വിഭവം കണ്ടുപോകണമല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഇഷ്ടമായെങ്കിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കാണാനായി ഈ ചാനൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള നല്ല ഡിഷസുമായി നമുക്ക് വീണ്ടും വരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.